ഇന്ന് നമ്മൾ വന്നത് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞ് ആണ് കാണാൻ വേണ്ടി വന്നത് അൽമാട്ടിയിൽ. അപ്പോൾ അവിടെ നിന്ന് താഴ്ന്ന ട്രക്ക് കാറേ ഉണ്ടായിരുന്നു, അതിലാണ് വന്നത്. 3000 തെങ്ങുകളാണ് അവിടെ നിന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ നടക്കേണ്ടതേ ഉള്ളൂ, ഇവിടെ നിന്ന് പറഞ്ഞെങ്കിൽ കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. ആരെങ്കിലുമൊക്കെ വരണമെങ്കിൽ ശ്രദ്ധിച്ചാൽ അത് കുറച്ച് നടക്കേണ്ടതേ ഉള്ളൂ, വെറുതെ 3000 കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഫുള്ള് വന്നപ്പോൾ മല പോലെ ഉണ്ടോ, ഇവിടെ ഫുള്ള് മഞ്ഞ തറയിൽ. നല്ല രസമാണ് കേട്ടോ. നല്ല ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇടണം, തണുപ്പ് ഭയങ്കര സീനാണ്. പിന്നെ ഇതാണ് ഫുള്ള് മഞ്ഞാണ്, മഞ്ഞിൽ കൂടെ നമുക്ക് നടക്കുമ്പോൾ സ്കിട്ടാവും ചില സ്ഥലങ്ങളിൽ. പിന്നെ ഇവിടെ ഫുള്ള് മഞ്ഞ്, ഇതിൽ കുറച്ച് അരുവി പോലെ അതാ പോകുന്നുണ്ട് വെള്ളം. അതൊക്കെ തൊട്ട് നോക്കി കഴിഞ്ഞാൽ ഐസ് വെള്ളമായിരിക്കും. നല്ല നല്ല മുകളിലോട്ട് എന്തോ സാധനമുണ്ട്, നമുക്ക് കയറി പോവാം. അയ്യോ, ഐസിൽ കൂടെ ഒരു പൂച്ച പോകുന്നു നോക്ക്. ഒരു കൂളായിട്ട് നടന്നു പോയാണ്. പേടിച്ചു ഓടിക്കളഞ്ഞു. നാഷണൽ പാർക്ക് ഇവിടെ നിന്നൊരു ബിൽഡിംഗ് ഉണ്ട്, അകത്തോട്ടൊന്ന് കയറി നോക്കാം. മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. മുകളിലോട്ട് പോയി നോക്കാം എന്താണെന്നുള്ളത്. പാറക്കല്ലുകളൊക്കെ നിറഞ്ഞ്, പാറക്കല്ലൊക്കെ വെച്ചിട്ട് തന്നെ ഒരു ബിൽഡിങ് വെച്ച്. ഫുൾ ഐസ്. ഇവിടുത്തെ നാഷണൽ പാർക്ക് ഇങ്ങനെയാണ്, നമ്മളത്തെ പോലെ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ല. പിന്നെ ഐസ് ഉണ്ട്, അതാണ് മെയിൻ. എല്ലാം ഉരുവി. ഇതിലെ നടക്കുന്നത് സൂക്ഷിച്ചില്ലെങ്കിൽ വഴിക്ക് നടുപിടിച്ച് വീഴും, അതാണ് ഒന്നാമത്തെ കേസ്. ചെറിയ വലിയ അരുവിയൊക്കെ ചെറുതായി ഉള്ളു കേട്ടോ, എല്ലാം ഐസായി. ഇവിടെ ഇവരിന്നലെ ഗൈഡിനോട് ചോദിച്ചപ്പം പറഞ്ഞത് ജാനുവരി അടുത്ത മാസം ലാസ്റ്റൊക്കെ ആകുമ്പോൾ, ഇന്നലെ നമ്മളൊരു പുഴ കണ്ടില്ലേ, അതെല്ലാം ഐസാകുമെന്നാണ് പറഞ്ഞത്. അവിടെ ഐസ് സ്കേറ്റിംഗ് ഒക്കെ നടക്കും ആ പ്ലേസിൽ, വെള്ളം കെട്ടിക്കിടന്നെടുത്ത്. അപ്പോൾ ആലോചിച്ച് നോക്കി. ഇതാണ് ഫുള്ള് പാറ കെട്ടുകളുള്ള മലയാണ് കേട്ടോ. ഇതാണ് അവിടെ നിന്നാണ് ചെറിയൊരു അരുവി വരുന്നത്. ഈ നാഷണൽ പാർക്ക് വരുന്നത് നമുക്ക് പാക്കിൽ കവറാണ്. പിന്നെ എക്സ്ട്രാ ഇവിടെ നിന്ന് വണ്ടിക്കെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ വരുമ്പോൾ ആവശ്യമില്ല. വയസ്സായ ആൾക്കാർ കാലുവെങ്കിലൊക്കെ കുറച്ച് നടക്കാനുണ്ട്, വണ്ടിയിൽ തന്നെ വന്നാൽ മതി. ഇല്ലാത്തവർക്ക് നടന്നു വരേണ്ട ദൂരമേ ഉള്ളൂ. ഇവിടെ കണ്ട വെള്ളം വന്നുകൊണ്ടിരുന്നത് അത് ഐസായി. അതെ, നമുക്ക് വെള്ളം ഒന്ന് തൊട്ട് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള. ഒരു പ്രശ്നമില്ല കേട്ടോ. സാധാരണ നമ്മൾ ഈ തണുപ്പുള്ള വെള്ളത്തിൽ തൊടുമ്പോഴേ വരുന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആൾക്കാർ വന്നു പോയി. മുകളിൽ നിന്നുണ്ടോ ഐസ് ഉരുവിയാണ് വെള്ളം വരുന്നത്.
ഇവരൊക്കെ ചവിട്ടി വരുന്നത് നോക്കി നടന്നില്ലെങ്കിൽ വഴുക്കും. ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങാം. താഴെ ചെറിയൊരു ബിൽഡിങ്ങിനകത്ത് കയറിയില്ല, അകത്തോട്ടൊന്നും കയറാം. ഇതാണ് ഇവിടെ കാണുന്ന മെയിനായിട്ടുള്ള മരം. ഉണ്ടോ? ഇതാണ് ഇലയുണ്ട്. ഇതാ അതിൻ്റെ ഇലയുണ്ടോ? ഈ മരമാണ് ഇവിടെ ഫുള്ള് നിൽക്കുന്നത്. ഇല്ല, ഐസാണ് കുരുവി താഴോട്ട് ഒഴുകി പോകുന്നത്. ഇതിൽ നടന്നങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. ഫുള്ള് ചെറിയ വെയിറ്റൊന്നുമില്ല, ഇട്ട പൊട്ടുന്ന സാധനമാണ്. ഇതാണിന്ന് നമ്മളെ 3ാമത്തെ ദിവസത്തെ ഫസ്റ്റ് പ്ലേസാണിത്. ഇനി ഒരു സ്ഥലം കൂടെ കാണാൻ പോകുന്നുണ്ട്. ഇവിടെ നിന്ന് കാണാൻ പോയൊരു സെറ്റപ്പാണ് കേട്ടോ. ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഐസ് ഫുള്ളായി കിടക്കുന്നത് ഞാൻ കാണിക്കപ്പോൾ. ഈ സൈഡിൽ കൂടെ അങ്ങ് താഴോട്ട് നടന്നു പോവാം. നമ്മൾ വന്ന സ്ഥലത്തോട്ട് തന്നെ പോകുന്ന വഴി തന്നെയാണ്, പൊക്കത്തിൽ കൂടെ നടക്കുന്നതേ ഉള്ളൂ. ഫുള്ള് ഓപ്പോസിറ്റ് മല. പൂച്ച പോകുന്ന നേരത്തെ കണ്ട അത് പോകുന്നുണ്ട. ഇപ്പോൾ ഒരു ബിൽഡിങ് ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു ഷെൽട്ടർ പോലത്തെ, അവിടെ കണ്ട ഫുള്ള് മഞ്ഞ് മൂടി. ഫുള്ള് മഞ്ഞ്. നമ്മളിങ്ങനെ തിരിച്ച് താഴോട്ട് പോവുകയാണ്.